ഒരു പുഴയൊന്നാകെ ഒന്നിച്ചെത്തി ചെങ്കടലിലേക്ക് അലിയുന്നത് പോലെ വി എസ് അച്യുതാനന്ദൻ എന്ന ആ മനുഷ്യനിലേക്ക് അലിയാനായി ഒന്നിച്ചെത്തിയ പുഴ പോലെ ഇരമ്പിയാർക്കുന്ന ജനങ്ങൾ. പിന്നിട്ട റോഡിനിരുവശത്തും കടന്നു പോയതൊരു രാത്രിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ കണ്ണിമ ചിമ്മാതെ കാത്തിരുന്ന മനുഷ്യന്മാരാണ്. ഒരു രാവിനെ പകലാക്കിക്കൊണ്ടാണ് ആ വിലാപയാത്ര കടന്നു പോകുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്തും ഒരു കുട പോലുമില്ലാതെ മഴ കൊണ്ട് കാത്തിരിക്കുന്ന മനുഷ്യന്മാരെ കടന്നാണ് വി എസ് കടന്നു പോകുന്നത്. എന്നും ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന വി എസ് അതേ ജനങ്ങൾക്ക് നടുവിലൂടെ ഒരു നോക്ക് വി എസിനെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ പലരും കണ്ടിട്ട് പോലുമില്ല വി എസിനെ നേരിട്ട്. ആ മനുഷ്യന്മാരുടെ ഇടയിലൂടെ ഒരു നൂറ്റാണ്ടിനതീതമായ മനുഷ്യൻ കടന്നു പോവുകയാണ്. ഒരു കാലത്തോളം സമരപഥമായി ജീവിച്ചിരുന്ന മനുഷ്യൻ, സമര പോരാട്ടങ്ങളിൽ മുദ്രാവാക്യമായിരുന്ന മനുഷ്യൻ, മുന്നോട്ട് നയിക്കാനുള്ള ഊർജമായി, കെടാത്ത കൈത്തിരി നാളമായി, ഇനി തലമുറകൾ തോറും കൊടുത്താനുള്ള അണയാത്ത ദീപമായി, അമര നക്ഷത്രമാകാനായി ഒരു മനുഷ്യനതാ കടന്നു പോവുകയാണ് ആ വി എസ് അച്യുതാനന്ദൻ. കേരളത്തിൻ്റെ മണ്ണിലൂടെ, കൊല്ലത്തിൻ്റെ മണ്ണിലൂടെ, കരുനാഗപ്പള്ളിയിലൂടെ. ഇനി അടുത്ത വിലാപയാത്ര എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓച്ചിറയാണ്. ഓച്ചിറ പിന്നിട്ടിട്ട് വേണം ആലപ്പുഴയിലെ ജന്മനാട്ടിലേക്ക് വി എസിന് അവസാനമായി എത്തിച്ചേരാൻ. അവിടെ കാത്തിരിക്കുന്നുണ്ട് വി എസിൻ്റെ വേലിക്കകത്ത വീട്. അവിടെ ഒരമ്മയുണ്ടായിരുന്നു. 4-ാം വയസ്സിൽ പ്രിയപുത്രനെ വിട്ടുപിരിയേണ്ടി വന്ന ആ അമ്മയെ ഇപ്പോഴും കാണാറുണ്ട് തോടിനക്കരെ എന്ന് ആ വി എസ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. സമരം തന്നെ ജീവിതം എന്ന് അദ്ദേഹം ആത്മകഥയായി അടയാളപ്പെടുത്തിയ പുസ്തകത്തിൽ അമ്മയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് അങ്ങനെയുണ്ട്. തോടിനപ്പുറത്ത് ഇപ്പോഴും അമ്മ നിൽക്കുന്നത് എനിക്ക് കാണാമെന്ന് പറഞ്ഞ മകനാണ്. ആ അമ്മയെ എല്ലാ സ്ത്രീകളിലും കണ്ട ഒരു മകനാണ് കടന്നു പോകുന്നത്. അപാലവൃദ്ധം ജനങ്ങൾ, അത് വി എസിനെ കണ്ട തലമുറ മുതൽ വി എസിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ പോയ തലമുറ വരെ, നേരിട്ട് കാണാത്ത തലമുറ വരെ നിൽക്കുന്നുണ്ട്. കോരിച്ചൊരിയുന്ന മഴയത്തും കർക്കിടക രാവിലെ ഈ മഴയത്തും മഴ മാറി നിൽക്കുന്ന പുലർവേളയിലും വി എസ് അച്യുതാനന്ദനെ കണ്ട് കണ്ണേ കരളേ വി എസ് എന്ന് ഒരിക്കൽ കൂടെ ആപ്ത വി എസിനായി വിളിക്കാൻ, ഇനി വിളിക്കേണ്ടതില്ല വി എസിനായി ഒരു മുദ്രാവാക്യം ആ മനുഷ്യൻ കടന്നു പോവുകയാണ്. ഊർജമായി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് വി എസ് എന്ന രണ്ടക്ഷരത്തെ സംഭരിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ പോകുന്നത്. ജനഹൃദയങ്ങളിലേക്ക് വേരോടി ആ ജനഹൃദയങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വളർന്ന് പന്തരിച്ച ഒരു വടവൃക്ഷമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ വടവൃക്ഷത്തിൻ്റെ തണലേറ്റവർ, ആ തണല് വരുന്ന തലമുറയ്ക്ക് കൈമാറാൻ കാത്തിരിക്കുന്നവർ കണ്ണേ കരളേ വി എസ് എന്ന് ഇരമ്പി ആർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ ആ സമയം മുതൽ കണ്ണേ കരളേ വി എസ് എന്ന് ഉയർന്നു കേൾക്കുന്നതാണ്. ആ വിളി മുറിഞ്ഞു പോയിട്ടില്ല, അണമുറിയാതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഖണ്ഡത്തിലേക്ക് ഏറ്റെടുത്ത ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുകുട്ടികൾ വരെ കണ്ണേ കരളേ വി എസ് എന്ന്, ഒരിക്കൽ പോലും ആ വി എസ് അപ്പൂപ്പനെ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത കുഞ്ഞുമക്കൾ വരെ കണ്ടമിടറി വിളിക്കുന്നുണ്ട് കണ്ണേ കരളേ വി എസ് എന്ന്. പറഞ്ഞു പൂർത്തിയാക്കാനാകില്ല കണ്ടമിടറിക്കൊണ്ട് അല്ലാതെ ഒരു വാക്ക് വി എസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ. ഈ പിന്നിട്ട വിലാപയാത്രകളിൽ 7 മണിക്കൂറായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തിരുവനന്തപുരം ദർബാർ ഹാളിൻ്റെ മുറ്റത്തു നിന്നും 7 മണിക്കൂർ പിന്നിട്ട് ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന വിധത്തിലായിരുന്നു വിലാപയാത്രയുടെ ക്രമീകരണം. പക്ഷേ ഇതാ 16-ാം മണിക്കൂറിലൂടെയാണ് വിലാപയാത്ര കടന്നു പോകുന്നത്. ഇപ്പോഴും കൊല്ലം പിന്നിട്ടിട്ടില്ല, കൊല്ലം ജില്ല പിന്നിട്ടില്ല. കരുനാഗപ്പള്ളിയിലൂടെ വിലാപയാത്ര, വി എസിനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോവുകയാണ്. വി എസിന് ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. കിലോമീറ്ററുകൾ താണ്ടി ജന്മനാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ രക്തസാക്ഷികൾ കാത്തിരിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട രക്തസാക്ഷികൾ കാത്തിരിക്കുന്നുണ്ട്. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, രണാങ്കണത്തിലെ രക്തം സാക്ഷി, രക്തസാക്ഷി കുടീരം സാക്ഷി. ബലികുടീരവാതിൽ തുറന്ന് രക്തസാക്ഷി വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ, ഏറ്റുവിളിക്കാൻ തയ്യാറായി വന്ന ഒരു മനുഷ്യൻ ബലികുടീരവാതിൽ തുറന്ന രക്തസാക്ഷികൾക്കിടയിലേക്ക് സർസിപിയുടെ തോക്കിൻ തുമ്പത്തെ ചോരപ്പാടുകൾ ദേഹത്തേൽക്കേണ്ടി വന്ന, ആ ചോരപ്പാടുകൾ മണ്ണിൽ പുരട്ടേണ്ടി വന്ന, മണ്ണിനോട് ലയിക്കേണ്ടി വന്ന അനേകായിരം സാധു മനുഷ്യന്മാരുണ്ട്. ആ സാധു മനുഷ്യന്മാരുടെ ഇടയിലേക്ക് അവരുടെ ജനനായകനായി, അവരുടെ സമരഭടനായി മുന്നോട്ട് ജ്വലിച്ചു വന്ന സമരനായകന് വീരോചിതമായ മടക്കം. ആ മണ്ണിലേക്ക് മടങ്ങേണ്ടതുണ്ട് വി എസ് അച്യുതാനന്ദനെ. ആ മണ്ണ് കാത്തിരിക്കുന്നുണ്ട്. സമരഭടന വീരോചിതമായ യാത്രയപ്പ് നൽകാനായി വേലിക്കകത്ത
വീടും പരിസരവും ഇതിനോടകം തന്നെ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇനിയൊരു മടക്കയാത്രയില്ല. VS-നെ കാണാനായി കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് VS മടങ്ങുകയാണ്. ഓച്ചിറയിൽ നിന്ന് ഷീജ ചേരുന്നുണ്ട്. ഷീജ, KPSC ജംഗ്ഷനിലാണ് ഷീജയുള്ളത്. ഷീജ, ഓച്ചിറ പിന്നിട്ട് പോകേണ്ട അടുത്ത സ്ഥലം എന്ന് പറയുന്നത് KPSC ജംഗ്ഷനാണ്. പിന്നിടുന്ന ഓരോ സ്ഥലങ്ങളിലും സമാനമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ് മനുഷ്യന്മാർ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി.